മാഷെ ഇതാരാ? ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ, ടീച്ചറെ മാത്രം കണ്ടില്ലല്ലോ എന്ന്. അങ്ങനെ വിചാരിക്കാൻ ഞാൻ എന്താ കൊടപ്പനക്കുന്നിലെ ദേവിയാ? ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ സ്കൂളിന് പുറത്തുള്ള സേവനമൊന്നും വേണ്ടാന്ന്. അപ്പൊ എന്താ ഒരു വാശി, എന്താ ഒരു നെഗളിപ്പ്. കരിങ്കൽക്കുഴിയുടെ ചെക്കന്മാരുടെ കയ്യിൽ നിന്ന് ചാകാതെ രക്ഷപ്പെട്ടത് വീട്ടിലിരിക്കുന്നവരുടെ ഭാഗ്യം. അതെ, ഒരുത്തിനെ കൊന്ന് പുഴയിൽ കെട്ടിത്താഴ്ത്തിയ ആളാ. സ്നേഹം കൊണ്ട് പറയാന്ന് വിചാരിക്കണ്ട. ഡിസ്ചാർജ് കിട്ടിയ വേഗം നാട് പിടിച്ചോ. തടിയുണ്ടെങ്കിൽ പുല്ല് പറിച്ചെങ്കിലും ജീവിക്കാലോ. അല്ല, ചായ കാപ്പി എന്തെങ്കിലും വേണോ? ഇവിടെ കിട്ടും, ഞാൻ വാങ്ങിക്കാം. ഒന്നും വേണ്ട ടീച്ചറെ, ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞു. 1 കിലോ ആപ്പിൾ ഓറഞ്ചൊക്കെ വാങ്ങിയതാ. എന്നിട്ട് എവിടെ? അല്ല, അതാ പറഞ്ഞ മാഷ്ക്ക് കഷ്ടകാല എടുക്കാൻ മറന്നുപോയി. അപ്പൊ കേട്ടത് ശരിയാ? എന്ത്? അല്ല, പിശുക്ക് കണ്ടുപിടിച്ചത് ഇയാളാണെന്ന് ഒരു നാട്ടുവർത്താനുണ്ടേ. ഓഹോ, അപ്പൊ എന്റെ കുറ്റങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? ഇതുപോലൊക്കെ ആയാലേ ജീവിക്കാൻ പറ്റും മാഷെ. പക്ഷെ പിശുക്കത്തിന്നൊരു പേര് വീണതുകൊണ്ട് ഗുണമുണ്ട്. ഡൊണേഷൻ ഗണേഷൻ എന്ന് പറഞ്ഞ ആരും എന്റെ അടുത്തേക്ക് വരില്ല. എന്ന് വെച്ചൊരു ചായ പോലും വാങ്ങിച്ചു തരാത്ത ആളൊന്നും അല്ലാട്ടോ ഞാൻ. വേണോ? എനിക്കൊന്നും വേണ്ടേ എന്റെ കൊടപ്പനക്കുന്ന് ദേവിയെ. അപ്പൊ ഞാൻ ഇറങ്ങാം. മാഷിന്റെ അത്ര പ്രായമൊന്നുമില്ലെങ്കിലും ഉള്ള ലോകപരിചയം വെച്ച് പറയാം. ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ, കൈ ഉണ്ടെങ്കിലേ ശമ്പളം വാങ്ങിക്കാൻ പറ്റൂ.